കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്റെ അനിയത്തിമാർക്ക് വേണ്ടി ഞാൻ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി പോവാ ആന്റി. ഈ ഭാഗത്ത് ഐസ്ക്രീം ഷോപ്പൊന്നും ഇല്ലല്ലോ മോനെ. അതെ ആന്റി, ഞാനും നോക്കുന്നേ. ഞാൻ വഴി മാറിയാ വന്നെന്ന് തോന്നുന്നു. വന്ന വഴി തന്നെ തിരിച്ചു പോവാം. എങ്ങോട്ടാ മോനെ പോകുന്നത്? എന്റെ സ്കൂളിലേക്ക്. എന്തിന്? എന്റെ അച്ഛൻ എന്നെ വിളിച്ചോണ്ട് പോകാനായിട്ട് എന്റെ സ്കൂളിന്റെ അടുത്ത് വരും. അച്ഛന്റെ കൂടെ എന്റെ അനിയത്തിമാരും കാണും. എന്തിനാ മോനെ വീണ്ടും സ്കൂളിലേക്ക് പോകുന്നത്? എനിക്ക് നിന്റെ വീടറിയാം. നിന്റെ വീടിന്റെ അടുത്താ ഞാൻ ജോലിക്ക് വരുന്നത്. മോനെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കട്ടെ? സാരമില്ല ആന്റി. എന്റെ അച്ഛൻ വരുമ്പോ ഞാൻ സ്കൂളിന്റെ അവിടെ ഇല്ലെങ്കിൽ എന്റെ അച്ഛനും എന്റെ അനിയത്തിമാരും വല്ലാണ്ട് പേടിച്ചു പോവില്ലേ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോനെ. വീട്ടിൽ പോയതിനു ശേഷം അമ്മയോട് കാര്യം പറഞ്ഞ് അച്ഛനെയും ഫോൺ ചെയ്ത് കാര്യം പറയാം. എന്റെ വീട് ഇവിടെ അടുത്താ. ഇടവഴി കൂടെ പോയാൽ പെട്ടെന്ന് വീടെത്താം. വാ ആന്റി, മോനെ വീട്ടിൽ കൊണ്ടാക്കാന്നേ. വാ മോനെ, നമുക്ക് വീട്ടിലേക്ക് പോകാം. വാ. ഇവിടെയാണല്ലോ നിൽക്കാറുള്ളത്. പക്ഷെ ഉണ്ണിയെ കാണുന്നില്ലല്ലോ. സെക്യൂരിറ്റി, ഒരു മിനിറ്റ് ഒന്ന് വരാമോ? പറയൂ സാർ. ഇവിടെ ഉണ്ണിന്ന് പേരുള്ള ഒരു കുട്ടി നിൽക്കാറുള്ളത് അറിയാമോ? ആൺകുട്ടിയാണോ സാർ? ഇപ്പോൾ ഈ വഴി പോയതേ ഉള്ളൂ. അധിക ദൂരം പോയിട്ടുണ്ടാവില്ല. ഓ, താങ്ക് യു. നമ്മൾ ഇവിടെ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാതെ അവൻ എവിടെയോ പോയതാ അച്ഛാ. ഇതുകൊണ്ടാ അച്ഛാ ഞങ്ങൾക്ക് അവനെ ഇഷ്ടമല്ലാത്തത്. അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ വരാൻ ലേറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ പതുക്കെ അങ്ങോട്ട് നടക്കായിരിക്കും. നമുക്ക് പെട്ടെന്ന് പോയി അവനെ പിക്ക് ചെയ്യാം. ഓക്കെ? എന്തു പറ്റി വസു? റൂം ക്ലീൻ ചെയ്തോണ്ടിരുന്നപ്പോ ഉണ്ണിയുടെ ഫോട്ടോ താഴെ വീണു ചേച്ചി. അയ്യോ, ഗ്ലാസ് ബ്രേക്ക് ആവുന്നത് ബാഡ് സൈൻ അല്ലേ? അപ്പൊ എന്റെ ഉണ്ണിക്ക് പേടിക്കാതെ വസു, ഉണ്ണിക്ക് ഒന്നും സംഭവിക്കില്ല. കാർത്തിക, എന്തിനിങ്ങനെയൊക്കെ പറയുന്നേ? സോറി ഏട്ടത്തി. ചേച്ചി, എനിക്ക് എന്റെ പേടിയാവുന്നു. ഉണ്ണി എനിക്കിപ്പോ തന്നെ കാണണം. ഇപ്പൊ ഉണ്ണിയുടെ സ്കൂള് വിട്ടിട്ടുണ്ടാവും. അബി വിളിച്ചോണ്ട് വരാൻ പോയിട്ടുണ്ടല്ലോ. കുറച്ച് സമയത്തിനകത്ത് ഉണ്ണി വീട്ടിലേക്ക് എത്തുമല്ലോ. ഉണ്ണിക്ക് കുഴപ്പമൊന്നും ഉണ്ടായി കാണില്ലല്ലേ? അവൻ ഒരു കുഴപ്പമില്ലാത്ത വീട്ടിലെത്തുമല്ലോ അല്ലേ? ഒന്നും ഉണ്ടാവില്ല വസു, നീ പേടിക്കാതെ. നീ ചെല്ല്, ഞാൻ റൂം ക്ലീൻ ചെയ്തോളാം.
സോറി ഏട്ടത്തി. എന്താ കാർത്തിക ഇത്? അല്ലെങ്കിൽ തന്നെ വസു ഒരു പേടിത്തൊണ്ടിയാ. അവക്ക് ഉണ്ണീന്ന് വെച്ച ജീവനാണെന്ന് നിനക്കും അറിയാവുന്നതല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? റിയലി സോറി ഏട്ടത്തി. പെട്ടെന്ന് ടങ് സ്ലിപ്പായി. ശരി ശരി, നീ പൊക്കോ. കണ്ണാടിച്ചില് കാലിൽ കൊള്ളും. വസു ഏട്ടത്തിക്ക് ഹേർട്ടായി കാണുമോ? കുറച്ച് സമയം കഴിയുമ്പോൾ ഉണ്ണി ഇങ്ങോട്ട് വരുമല്ലോ. നീ വെറുതെ ടെൻഷൻ ആവണ്ട, പൊക്കോ. ഭഗവാനെ, എന്റെ ഉണ്ണിക്ക് ഒന്നും വരുത്തില്ലേ. അവനൊരു കുഴപ്പമില്ലാതെ വീട്ടിലെത്തിക്കണേ. വസു, ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നീ റൂമിൽ പൊക്കോ. വസു, ടെൻഷൻ ആവാതെ, ഒന്നും സംഭവിക്കില്ല. ഉണ്ണിയെ വിളിക്കാനല്ലേ അബി പോയിരിക്കുന്നത്. ഇപ്പൊ വിളിച്ചിട്ട് വരും. നീ പോയി റൂമിലിരിക്കെ. അവിടെ എവിടെയെങ്കിലും അവൻ നിപ്പുണ്ടോ നോക്കിയേ. അവിടെ ഇല്ല ശ്ശെ, ഇല്ലേ. ആന്റി, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഈ സമയത്ത് വീട്ടിൽ പോയി ഫ്രഷായി സ്നാക്സ് കഴിക്കാറുണ്ട് ഞാൻ. ആ കടയിൽ നിന്ന് ഞാൻ എന്തെങ്കിലും മേടിച്ചോട്ടെ ആന്റി? എന്റെ കയ്യിൽ അതിന് പൈസയുണ്ട്. എന്തിനാ മോനെ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നേ? എന്റെ വീട് അടുത്ത് തന്നെയാ. മോൻ വീട്ടിൽ നിന്ന് കഴിക്കുന്നോ? അതിനെന്താ, കഴിക്കാലോ. വിശക്കുവാണേല് ഏത് വീട്ടിൽ നിന്ന് വേണോ കഴിക്കാന്ന് എന്നോട് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. നിന്റെ അമ്മ നിന്നെ നല്ല രീതിയിലാണല്ലോ
അച്ഛാ, ആ ഭാഗത്തൊന്നും ഉണ്ണിയെ കണ്ടില്ല. ഈ ഭാഗത്തും അവനെ കണ്ടില്ല അച്ഛാ. നമ്മൾ ഒരുപാട് ദൂരം എത്തിയല്ലോ. ഉണ്ണി ഏത് വഴിക്കായിരിക്കും പോയിരിക്കുന്നത്? സ്നാക്സ് വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോയതായിരിക്കും അച്ഛാ. വീട്ടിലേക്കായിരിക്കും അച്ഛാ അവൻ പോയിരിക്കുന്നത്. നമുക്കും വീട്ടിലേക്ക് പോവാ അച്ഛാ, നല്ല വിശപ്പുണ്ട്. എനിക്കും നല്ല വിശപ്പുണ്ട് അച്ഛാ, നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം. ശരി ശരി. ഇതാണ് മോനെ എന്റെ വീട്. ഇത് വീടല്ല ആന്റി, ഹട്ട. ഹട്ടെന്ന് വെച്ചാ കുടില്. ഞങ്ങളെ പോലെ ഉള്ളവർക്ക് കുടില് തന്നെയാ മോനെ വീട്. അകത്തേക്ക് വാ മോനെ, വാ. എന്താ മനുഷ്യ ഇത്? രാത്രി ആയിട്ടില്ല, അതിനു മുന്നേ ആരംഭിച്ചോ? അല്ലടി മോളെ, ഞാൻ നേരത്തെ അങ്ങ് തുടങ്ങി. ആരാ ആന്റി ഇയാള്? കുടിക്കുന്ന ആളാ മോനെ. എന്റെ തലവിധി. എന്റെ ഭർത്താവാ ഇത്. ഹലോ അങ്കിൾ. ഏതാടി പയ്യൻ? ഞാനൊരു വീട്ടില് ജോലിക്ക് പോകുന്നില്ലേ, അതിന്റെ അടുത്തുള്ള വീട്ടിലെയാ. ഇവനെ എന്തിനാ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്നേ? സ്കൂളിൽ നിന്ന് വന്നപ്പോ വഴിമാറി പോയതാ. വീട്ടിൽ കൊണ്ടുപോയി വിടാന്ന് പറഞ്ഞ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോ അവന് വിശക്കുന്നോന്ന്, അതാ നമ്മുടെ വീട്ടിൽ വിളിച്ചോണ്ട് വന്നു. മോനെ, ബാഗെല്ലാം താഴെ വെച്ചോ. ഇതാ ചോറ്, നല്ല രുചിയാ, വാരിത്തരണോ? താങ്ക് യു ആന്റി, ഞാൻ തന്നെ കഴിച്ചോളാം. ലക്ഷ്മി, എടി ലക്ഷ്മി, എവിടെ ആടി? എന്തോ വലിയ ജോലി ചെയ്യാന്ന പോലെ വിളിക്കുന്നത്. മോനെ, നീ കഴിക്ക്, ഞാൻ ഇപ്പൊ വരാവേ. ഓക്കെ ആന്റി. എന്താ മനുഷ്യ, കുട്ടി കഴിക്കുന്ന കണ്ടില്ലേ? എന്തിനാ വിളിച്ചേ? എത്ര നാളെന്ന് വെച്ചാടി ഈ കുടില് കഴിയുന്നേ? നിങ്ങൾ ആദ്യം കുടി നിർത്തി 4 കാശ് സമ്പാദിച്ചാ ഷീറ്റിട്ട വീട്ടിലെങ്കിലും പോകാം. ഷീറ്റിന്റെ വീടൊന്നും വേണ്ട, കൊട്ടാരം തന്നെ കെട്ടിക്കളയാം, ജീവിതം അങ്ങോട്ട് സെറ്റിലാക്കാം. ദൈവം വരുന്നതടി. ഏത് ദൈവം? അകത്തിരിക്കുന്ന തടിയൻ പയ്യൻ, അവനാണ് നമ്മുടെ ദൈവം. നിങ്ങൾ എന്താ മനുഷ്യ പറയുന്നേ? നീ ജോലിക്ക് പോടി, ഇത് ഞാൻ നോക്കിക്കോളാം. ഞാൻ അവനെ വീട്ടിൽ വിട്ടിട്ട് ജോലിക്ക് പൊയ്ക്കോളാം. ആ പയ്യൻ ഇവിടെ തന്നെ ഇരിക്കും. ഇരുട്ടിയതിന് ശേഷം അവന്റെ അച്ഛനെയും അമ്മയും ഫോൺ ചെയ്ത് പറഞ്ഞ് 10 ലക്ഷം രൂപ കൊണ്ടുവരാൻ പറയാം. തന്നില്ല എന്നുണ്ടെങ്കിൽ ഇവനെ അങ്ങ് കൊന്നുകളയൊന്ന് ഭീഷണിപ്പെടുത്തിയേക്കാം. കള്ള് നിങ്ങൾക്ക് തലയ്ക്ക് പിടിച്ചോ? ഇതുപോലെ പാപങ്ങൾ ചെയ്താ ദൈവം പോലും ക്ഷമിക്കില്ല. കഷ്ടപ്പെട്ട് ജോലി ചെയ്താൽ മാത്രമേ ദൈവം സഹായിക്കൂ. അതുകൊണ്ട് കൊച്ചു കുഞ്ഞിനെ പിടിച്ചു വെച്ച് പൈസ ഉണ്ടാക്കാൻ പോവുകയാണോ? ഞാൻ സമ്മതിക്കില്ല. അവൻ കാശുള്ള വീട്ടിലേ അടി. 10 ലക്ഷമൊന്നും അവർക്കൊരു പ്രശ്നമാവില്ല. അത്രയും പൈസ നമ്മുടെ കയ്യിലോട്ട് വന്നാ നല്ലൊരു വീട് വെക്കാം. വേണ്ട ഏട്ടാ, അത് വേണ്ട, അത് തെറ്റാ. ഭർത്താവ് വേണോ അതോ ആ പയ്യൻ വേണോ എന്ന് വേഗം തീരുമാനിക്കും. നീ ഇപ്പൊ ജോലിക്ക് പോ, ഇതെല്ലാം ഞാൻ നോക്കിക്കോളാം. ഏട്ടൻ വന്നെന്ന് തോന്നുന്നു. ഉണ്ണി കൂടെ കാണും.
അതെ ഏട്ടാ, അതെ ഏട്ടാ, കുട്ടികൾ ഉണ്ണി ഉണ്ണി ഇതുവരെ വീട്ടിൽ എത്തിയില്ലേ? അവൻ എങ്ങനെയാ വരുന്നേ? നിങ്ങളല്ലേ കൂട്ടിക്കൊണ്ട് വരുന്നേ? ആ, അനുവിനെയും കീർത്തിയും പിക്ക് ചെയ്തിട്ട് ഉണ്ണിയെ വിളിക്കാൻ വേണ്ടി ഞാൻ സ്കൂളിലേക്ക് പോയതാ. അപ്പോഴേക്കും ഉണ്ണി അവിടുന്ന് പോയെന്നാണ് സെക്യൂരിറ്റി എന്നോട് പറഞ്ഞത്. ഇവിടെ എത്തിക്കാണെന്ന് വിചാരിച്ചാ ഞാനും ഇങ്ങോട്ടേക്ക് വന്നത്. നിങ്ങൾ എന്താ പറഞ്ഞേ? അതെങ്ങനെയാ അവനെ കൂട്ടാതെ വരുന്നേ? അവൻ ചെറിയ കുട്ടിയല്ലേ. ഇത്രയും ദൂരെ നിന്ന് അവന് നടന്നു വരാൻ പറ്റുമോ? വരുന്ന വഴിക്ക് എല്ലായിടും അന്വേഷിച്ചാ ഞാൻ വന്നത്. നിങ്ങൾ അന്വേഷിച്ചുവെങ്കിൽ അവനെ കിട്ടേണ്ടതല്ലേ? എന്തിനാ അവനെ വിട്ടിട്ട് വന്നേ? നിങ്ങൾ എന്താ ഈ കാണിച്ചത്? എന്താ ഇവിടെ ബഹളം? ഉണ്ണി ഇതുവരെ വീട്ടിലെത്തിയില്ല അമ്മേ. ഏട്ടൻ അവനെ കൂട്ടാതെ വന്നു. എന്റെ ഉണ്ണി എവിടെയുണ്ടെന്ന് പറ. അവൻ എങ്ങോട്ട് പോയെന്ന് പറയാൻ. അവനെ കൂട്ടാതെ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങോട്ട് വരാൻ തോന്നി? അവനൊരു കുഞ്ഞു കുട്ടിയല്ലേ. ഒന്ന് നിർത്തടി. എന്താടി ഇത്ര ഉച്ചത്തിൽ സംസാരിക്കുന്നേ? നിനക്ക് മാത്രമേ കുട്ടിയുള്ളോ? എന്താ സംഭവിച്ചത് അഭി? ഞാൻ അവനെ വിളിക്കാൻ വേണ്ടി ചെന്നപ്പോ ഉണ്ണി അവിടെയും കാണാനില്ലായിരുന്നു. അന്വേഷിച്ചാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഉണ്ണി ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ലെന്ന് വസുന്ധരി പറയുന്നു. ഈ കാര്യത്തിനാണോ നീ അഭിയോട് തട്ടിക്കയറിയത്? സ്കൂളിന്റെ മുമ്പ് കുട്ടിയില്ലാത്തത് അഭിയുടെ തെറ്റാണോ? നിന്റെ മോൻ എവിടെയോ പോയതിന് അഭിക്കാണോ കുറ്റം? അനുവിനെയും കീർത്തിയും പോലെ അടങ്ങി ഒതുങ്ങി നിന്നാ പോരായിരുന്നോ? വായിൽ തോന്നുന്നത് എന്ത് പറയാനാണോ? അമ്മേ പ്ലീസ്, ഇയാൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഉണ്ണി എവിടെ ഉണ്ടെങ്കിലും ഞാൻ കൂട്ടിക്കൊണ്ടുവരും. നീ എന്തിനാ അഭി വീണ്ടും പോകുന്നേ? അഖിൽ, നീ ചെന്ന് നോക്ക്. ഓക്കെ അമ്മേ. അമ്മേ ഞാനും പോയി നോക്കാം. അഖിൽ വാ. ഞാനോ എന്റെ ഭർത്താവോ ഇതുവരെ അഭിയോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടേ ഇല്ല. നീ എന്തിനാ അവനെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത്? നീ എന്താ അവനെ ഉത്തരവാദിത്വം പഠിപ്പിക്കാണോടി? അല്പനേരം നിന്റെ മോനെ കാണാതായപ്പോ ഇത്രയും വഴക്കുണ്ടാക്കുന്ന എന്തിനാ? കുറച്ചെങ്കിലും വിവരം വേണം. ഭാവനെ, കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയി കുളിപ്പിച്ച് റെഡിയാക്ക്. ശരി അമ്മേ. കാർത്തികേ, നീ ചെന്നവർക്കുള്ള സ്നാക്സ് റെഡിയാക്ക്. നീ ഒന്നും പേടിക്കണ്ട വസു. അഭി അകലും പോയിരിക്കുമല്ലേ. ഉണ്ണി അവര് കൂട്ടിക്കൊണ്ടുവരും. ഉണ്ണിയുടെ ഫോട്ടോ താഴെ വീണ് പൊട്ടിയതും ഉണ്ണി വീട്ടിൽ തിരികെ എത്താത്തതും ഇതെല്ലാം അപശകുനായിട്ട് തോന്നുക ചേച്ചി. എന്റെ മനസ്സ് വല്ലാതെ പിടയോ. ഇതെല്ലാം ഞാൻ കാരണോ? സോറി. ഉണ്ണി സേഫായിട്ട് വീട്ടിലെത്തും ഏട്ടത്തി. ടെൻഷൻ ആവല്ലേ. വസു, ഉണ്ണി സ്കൂളിനുള്ളിൽ അങ്ങനെ കളിച്ചോണ്ട് നിൽക്കുമായിരിക്കും. അഭിയോ അകലും പോയി വിളിച്ചോണ്ട് വരും. നീ ധൈര്യമായിട്ടിരിക്കെ. ഉണ്ണി അവരിപ്പൊ തന്നെ കൊണ്ടുവരും. വാ.